നമസ്കാരം ടീച്ചർമാരെ. പോർഷൻ പക്വാട ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ജനതാൾ ഡാഷ്ബോർഡിൽ എങ്ങനെ എൻ്റർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് കുറേയൊക്കെ. ഇന്ന് ഏപ്രിൽ 9, അതായത് പോർഷൻ പക്വാട രണ്ടാമത്തെ ദിവസം. ഇന്ന് നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കി നോക്കുക. ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ അംഗനവാടി പരിധിയിലുള്ള 6 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളുടെയും കറക്റ്റായിട്ട് ഗ്രോത്ത് മോണിറ്ററിങ്, വളർച്ചാ നിരീക്ഷണം നടത്തുക. ഈ വളർച്ചാ നിരീക്ഷണം നടത്തുന്നത് വഴി നമുക്ക് നമ്മുടെ ഏരിയയിലത്തെ കുട്ടികളുടെ കറൻറ്റ് സ്റ്റാറ്റസ് നോർമലാണോ, സാം ആണോ, മാം ആണോ, അതേപോലെ അണ്ടർ വെയ്റ്റ് ആണോ, അതേപോലെ ഒബേസിറ്റി ആണോ, അങ്ങനെ എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഇത് കറക്റ്റായിട്ട് റിപ്പോർട്ട് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് അംഗനവാടി പ്രവർത്തകർ ALMC കമ്മിറ്റീനെ ശ്രദ്ധയിൽപ്പെടുത്തി, അതേപോലെ പോഷണം എങ്ങനെ വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കുക. ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പോഷൻ പക്വതയുടെ ഭാഗമായി നടത്തേണ്ട പ്രോഗ്രാം. ഇനി നമുക്ക് ജനതാൾ ഡാഷ്ബോർഡിൽ ഇന്നത്തെ എൻട്രി എങ്ങനെ വരുത്താം നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ജനതാൾ ഡാഷ്ബോർഡിൽ എങ്ങനെ എൻട്രി വരുത്താം. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ ലോഗിൻ ചെയ്താണ്. ഓൾറെഡി ഇപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി എൻട്രി ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ നടത്തേണ്ടത് ഗ്രോത്ത് മോണിറ്ററിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, കുട്ടികളുടെ ഹൈറ്റും വെയിറ്റൊക്കെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് നമ്മൾ എല്ലാവരുടെയും നമുക്ക് മാക്സിമം നമ്മുടെ അംഗനവാടി പരിധിയിൽ എല്ലാ കുട്ടികളുടെയും എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർക്ക് ബോധവൽക്കരണം നടത്തുക. എൻട്രി നമ്മൾ ചെയ്യേണ്ടത് ഓൾറെഡി നമ്മൾ ലോഗിൻ ചെയ്താണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ലോഗിൻ കൊടുക്കുക വേണ്ടൂ. അപ്പോൾ ലോഗിൻ വരും. ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമുക്ക് തീം സെലക്ട് ചെയ്യണം. ഇതും ഫോക്കസ് ഓൺ ഫസ്റ്റ് 1000 ഡേയ്സിന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. തീം, ഓർഗനൈസർ, MOWNCD, ലെവല് നമ്മൾ AWS സെലക്ട് ചെയ്യുക. AWS സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അംഗൻവാടി സെൻറ്റർ കറക്റ്റായിട്ട് തെറ്റാതെ സെലക്ട് ചെയ്യുക. സെലക്ട് അംഗൻവാടി സെൻറ്റർ അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അംഗൻവാടി പരിധിയിലത്തെ എല്ലാ അംഗൻവാടി സെൻറ്റേഴ്സും വരും. അതിൽ നിങ്ങളുടെ അംഗൻവാടി സെൻറ്റർ തെറ്റാതെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്തതിന് ശേഷം ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഗ്രോത്ത് മോണിറ്ററിംഗ് ആണ്. അപ്പോൾ ഗ്രോത്ത് മോണിറ്ററിംഗ് നമ്മൾ 0 to 6 വരെ എല്ലാ കുട്ടികളുടെയും ഉണ്ട്. അപ്പോൾ ഗ്രോത്ത് മോണിറ്ററിംഗ് ആദ്യത്തെ 2 ഇറങ്ങണം. ഗ്രോത്ത് മോണിറ്ററിംഗ് സെഷൻ ഫോർ പ്രഗ്നൻറ്റ് വുമൺ PW, അല്ലെങ്കിൽ ഗ്രോത്ത് മോണിറ്ററിംഗ് ഫോർ ചിൽഡ്രൻ അണ്ടർ 2 years. ഇത് രണ്ടാണ് ഇപ്പോൾ ഇതിലുള്ളത്. വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാം. ഇത് ഓരോന്ന് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഏത് പ്രോഗ്രാം നടത്തിയാലും നിങ്ങൾക്ക് ഇതിൽ എൻട്രി വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഏതാ കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻട്രി വരുത്താവുന്നതാണ്. നമ്മൾ പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ എൻട്രി വരുത്താവുന്നതാണ്. മാക്സിമം എൻട്രി ഓരോ അംഗൻവാടി സെൻറ്റർ നടത്തും. ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രോഗ്രാം ആയിരിക്കില്ല കണ്ടക്ട് ചെയ്യുന്നത്. കൂടുതൽ പ്രോഗ്രാം നടത്തുക വെച്ചാൽ ആ പ്രോഗ്രാം കറക്റ്റായിട്ട് എണ്ണം മെയിലും ഫീമെയിലും കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും അഡോളസെൻ്റ് ഗേൾസും കറക്റ്റായി രേഖപ്പെടുത്തിയിട്ട് എൻട്രി വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഗ്രോത്ത് മോണിറ്ററിംഗ് ഫോർ ചിൽഡ്രൻ അണ്ടർ 2 years നമ്മൾ സെലക്ട് ചെയ്യാണ്. ഇത് തന്നെ വേണമെന്നില്ല, മീരത്തെ വേണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ ഫ്രം ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് 9-ാം തീയതി, ടു ഡേറ്റ് ഇന്നത്തെ ഡേറ്റ്, ആ 9-ാം തീയതി തന്നെ കൊടുക്കുക. അതിനുശേഷം താഴെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എത്ര പേര് പങ്കെടുത്തോ എണ്ണം കറക്റ്റായിട്ട് തെറ്റാതെ നിങ്ങൾ രേഖപ്പെടുത്തിവിടേണ്ട. ആദ്യത്തെ അഡൾട്ട് മെയിൽ ഫീമെയിൽ, മുതിർന്ന പുരുഷന്മാരും സ്ത്രീകളും, താഴെ ചിൽഡ്രൻ മെയിൽ ഫീമെയിലും, ആൺകുട്ടികളും പെൺകുട്ടികളും, താഴെ അഡോളസെൻ്റ് ഗേൾസ്. അപ്പോൾ ആ എണ്ണം കറക്റ്റായിട്ട് ചിലപ്പോൾ അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പരിപാടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ എണ്ണം കൊടുക്കുക. കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ കൊടുക്കുക. എത്ര പേരുണ്ടോ അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതെല്ലാം എൻ്റർ ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ നമുക്കത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാതും നമ്മൾ ഒന്നുമില്ലെങ്കിൽ അവിടെ 0 എന്ന് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആരും ടോട്ടൽ നമുക്ക് അവിടെ താഴെ കാണാനും പറ്റും. ഇതിന് ശേഷം നമുക്ക് ഇമേജസോ വീഡിയോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ എന്താണോ ചെയ്തത് അത് അറ്റാച്ച് ചെയ്യും. ഇമേജ് തന്നെ വേണമെന്നില്ല, വീഡിയോ നമുക്ക് അറ്റാച്ച് ചെയ്യാം. അതിലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ചെറിയ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇമേജ് ആണെങ്കിൽ 2 MB താഴെയും വീഡിയോ ആണെങ്കിൽ 25 MB താഴെയായിരിക്കണം എന്ന് മാത്രം. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിപ്പോൾ വീഡിയോ ആണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രോഗ്രാം നടത്തുന്നോ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പക്ഷേ എന്ത് ചെയ്യുമ്പോഴും വ്യക്തമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ എന്താണ് ചെറുതായി ഷോർട്ടായി കൊടുത്താൽ മതി. ഗ്രോത്ത് മോണിറ്ററിംഗ്, പിന്നെ നിങ്ങളുടെ അംഗൻവാടി ഇപ്പോൾ എന്താണോ പരിപാടി അത്, പിന്നെ നിങ്ങളുടെ അംഗൻവാടി സെൻറ്റർ നമ്പറും കൂടി ഉൾപ്പെടുന്ന രീതിയിൽ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് കൊടുക്കുന്നത് നല്ല കാര്യമാണെന്ന് മാത്രം. ഇത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് സബ്മിറ്റ് ആകും. ചിലപ്പോൾ സബ്മിറ്റ് ആവുന്നില്ല എന്ന് പറയാറുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഹൈഫണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് കൊടുത്താണ്ടോ പ്ലീസ് എൻ്റർ വാലിഡ് ഡിസ്ക്രിപ്ഷൻ. കാരണം ഹൈഫൺ അലൗഡ് അല്ല, കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അലൗഡ് അല്ല. കുത്തോ കോമയൊന്നും കുഴപ്പമില്ല, അല്ലാത്ത പറ്റില്ല. അപ്പോൾ നമ്മൾ ബാക്ക് സ്പേസ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും സബ്മിറ്റ് ചെയ്യാണ്. സബ്മിറ്റ് ആവുന്ന സമയത്ത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വന്നു. അപ്പോൾ എല്ലാവരും ഈ ആക്ടിവിറ്റി കറക്റ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.